ബച്ചോ ആദാബ്. പ്രിയപ്പെട്ട കുട്ടികാരെ, അബ്ബ ആയെ. അബ്ബ വന്നു. അബ്ബ എവിടെ നിന്ന് വന്നു? ബാസാറിൽ നിന്ന് വന്നു. അബ്ബ ബാസാറിൽ നിന്ന് വന്നപ്പോൾ കയ്യിലെന്തോ ഉണ്ടായിരുന്നു. എന്തായിരുന്നു അത്? ആം, മാങ്ങയായിരുന്നു. മാങ്ങ എങ്ങനെയുള്ളതായിരുന്നു? പക്കേ നല്ല പാകമായ പഴുത്ത മാങ്ങയുമായിട്ടാണ് അബ്ബ വന്നത്. മാത്രമല്ല മീട്ടേ ആയിരുന്നു. നല്ല മധുരം ഉണ്ടായിരുന്നു. ഇത് കണ്ടപ്പോൾ അജ്മൽ ബയ്യക്കും നൂരി ബഹൻജിക്കും നല്ല സന്തോഷമായി. സന്തോഷത്തോടുകൂടി അവർ പാടുന്ന പാട്ടാണ് അബ്ബ ആയെ എന്ന നമ്മുടെ 5ാം ക്ലാസ്സിലെ ഉറുദു പാഠപുസ്തകത്തിലെ ആദ്യത്തെ പാഠം. നമുക്കൊന്ന് വായിച്ച് നോക്കാം. അബ്ബ ആയെ. നിങ്ങളൊന്ന് കൂടെ വായിച്ച് നോക്കൂ കേട്ടോ. आए मेरे अब्बा आए. आए मेरे अब्बा आए. मीठे मीठे आम लाए. मीठे आम लाए. മനസ്സിലാവുന്നല്ലേ? ആയേ പ്യാരെ അബ്ബ ആയേ. ആയേ പ്യാരെ അബ്ബ ആയേ. ताज़े आम लाए. ताज़े आम लाए. കൂടെ വായിക്കണേ. ആയി മേരി അമ്മി ആയി. നോക്കൂ, ഇവിടെ ആയി എന്നാണ്. ആയി മേരി അമ്മി ആയി. മേരി പ്യാരി അമ്മി ആയി. मेरी प्यारी अम्मी आई. ओके. आई मेरी दादी आई. आई मेरी दादी आई. मेरी प्यारी दादी आई. मेरी प्यारी दादी आई. आए മാറിയിട്ടോ. ആയി എന്നല്ല, ആയേ. അപ്പോൾ ആയിയും ആയയും തമ്മിലുള്ള വ്യത്യാസം എഴുത്തിൽ എങ്ങനെ വരുന്നു എന്ന് മനസ്സിലാക്കണേ. ആയേ മേരെ ദാദാ ആയേ. ആയേ മേരെ ദാദാ ആയേ. പക്കേ ആം ഖായേ. പക്കേ ആം ഖായേ. ബഹന ആയി. बहना आई. भैया आए. बहना आई, भैया आए. सबने मिलकर आम खाए. सबने मिलकर आम खाए. മനസ്സിലായല്ലോ? വായിക്കാൻ മനസ്സിലായല്ലോ? ഇല്ലെങ്കിൽ നിങ്ങളൊന്ന് ബാക്ക് അടിച്ചിട്ട് വീണ്ടും 1-2 തവണ കൂടെ ഇങ്ങനെ വായിച്ചാൽ സുഖമായിട്ട് നിങ്ങൾക്ക് വായിക്കാൻ കഴിയും. ഇനി നമുക്കൊന്ന് നോക്കാം എന്താണ് ഈ പാട്ട്. ആയേ മേരെ അബ്ബ ആയേ. ആയേ എന്ന് പറഞ്ഞാൽ വന്നു എന്നാണ്. മേരെ അബ്ബ, എൻ്റെ അബ്ബ. അബ്ബ എന്ന് പറഞ്ഞാൽ ആരായിരുന്നു? നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിരുന്നല്ലോ. അബ്ബ ഫാദർ, അച്ഛൻ അല്ലേ? അല്ലെങ്കിൽ ഉപ്പ, പിതാവ് എന്നൊക്കെ പറയാം. എൻ്റെ ഉപ്പ വന്നു. വന്നപ്പോഴോ മീട്ടേ ആം ലായേ. മീട്ടേ എന്ന് പറഞ്ഞാൽ എന്താ? മധുരമുള്ള, നല്ല മധുരമുള്ള ആം ലായേ, മാങ്ങ കൊണ്ടുവന്നു. ആയേ പ്യാരെ അബ്ബ ആയേ. ആയെ നമ്മൾ നേരത്തെ പറഞ്ഞു, അബ്ബ ആയെ എന്നുള്ള നേരത്തെ പറഞ്ഞു. ഇനി ഇവിടെ നമ്മൾ പ്യാരെ എന്നാണ് പറയുന്നത്. പ്യാരെ എന്ന് പറഞ്ഞാൽ എന്താ? പ്രിയപ്പെട്ട, എൻ്റെ പ്രിയപ്പെട്ട അബ്ബ വന്നു. താസേ ആം ലായേ. താസേ ആം ലായേ. ആം ലായേ നമ്മൾ നേരത്തെ പറഞ്ഞു, നല്ല മധുരമുള്ള ആം ലായേ, മാങ്ങ കൊണ്ടുവന്നു. ഇപ്പോൾ ഇവിടെ മീട്ടേ എന്നതിന് പകരം എന്തെഴുതി? താസേ എന്നാണ് എഴുതിയിട്ടുള്ളത് അല്ലേ? താസ എന്ന് പറഞ്ഞാൽ എന്താ? ഫ്രഷായിട്ടുള്ള, നല്ല ഫ്രഷായിട്ടുള്ള, കേടൊന്നുമില്ലാത്ത നല്ല സൂപ്പറായിട്ടുള്ള മാങ്ങ കൊണ്ടുവന്നു. ആയി മേരി അമ്മി ആയി.
ആയി മേരി അമ്മി ആയി. ആര് കൂടി വന്നു? എൻ്റെ അമ്മി കൂടി വന്നു, എൻ്റെ ഉമ്മ കൂടി വന്നു. മേരി പ്യാരി അമ്മി ആയി. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ വന്നു, എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ വന്നു. അടുത്തതോ ആയി മേരി ദാദി ആയി. ആരാ ദാദി എന്ന് പറഞ്ഞാൽ? ദാദി എന്ന് പറഞ്ഞാൽ മുത്തശ്ശിക്കാണ് ദാദി എന്ന് പറയാം. ദാദി എന്ന് പറഞ്ഞാൽ മുത്തശ്ശി. ഇപ്പം എന്താ ഈ വരിയുടെ അർത്ഥം? ആയി മേരി ദാദി ആയി, എൻ്റെ മുത്തശ്ശിയും വന്നു. മേരി പ്യാരി ദാദി ആയി, എൻ്റെ പ്രിയപ്പെട്ട മുത്തശ്ശിയും വന്നു. ആയേ മേരെ ദാദ ആയേ, ദാദി മാത്രമല്ല ദാദയും വന്നു. അപ്പോൾ ദാദ എന്ന് പറഞ്ഞാൽ ദാദി മുത്തശ്ശിയാണെങ്കിൽ ദാദ ആരായിരിക്കും? മുത്തശ്ശൻ അല്ലേ, മുത്തച്ഛൻ. ആയേ മേരെ ദാദ ആയേ, എൻ്റെ മുത്തച്ഛനും വന്നു. പക്കേ പക്കേ ആം ഖായേ, പാകമായ പഴുത്ത ആം ഖായേ, മാങ്ങ തിന്നു അല്ലേ. ഖായേ എന്ന് പറഞ്ഞ അർത്ഥം തിന്നു. ആയെന്ന് പറഞ്ഞാലോ വന്നു. ലായ എന്ന് പറഞ്ഞാലോ കൊണ്ടുവന്നു. നല്ല രസമുണ്ട് അല്ലേ. ലായെ കൊണ്ടുവന്നു, ആയെ വന്നു, ഖായെ തിന്നു. പക്കേ പക്കേ ആം ഖായ, നല്ല പഴുപഴുത്ത ആം തിന്നു. ബഹന ആയി, ബഹന ആയി. ബഹന എന്ന് പറഞ്ഞാൽ ആരാ? ബഹൻ എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടാവും. ബഹൻ എന്ന് പറഞ്ഞാൽ ആരാ? സഹോദരി. ബഹൻ എന്ന് പറഞ്ഞാൽ സഹോദരി. അനിയത്തിയാവാ അല്ലെങ്കിൽ ജ്യേഷ്ഠത്തിയാവാ. ബഹന ആയി, സഹോദരി വന്നു. ബയ്യ ആയേ, സഹോദരനും വന്നു അല്ലേ. ബയ്യ എന്ന് പറഞ്ഞാൽ സഹോദരൻ. സഹോദരൻ അനിയനാവാ, ഇക്കാക്കയോ ആവാം. സബിനെ മിൽക്കർ, എല്ലാവരും കൂടിയിട്ട്. സബിനെ, സബ് പറഞ്ഞാൽ മുഴുവൻ. സബ് എല്ലാവരും, എല്ലാവരും. മിൽക്കർ കൂടിയിട്ട്. ആം ഖായേ, എന്ത് തിന്നു? മാങ്ങ തിന്നു. ഇതാണ് ഒന്നാമത്തെ പാഠം. ഈ പാഠം വായിക്കാൻ എല്ലാവരും പഠിച്ചില്ലേ? അർത്ഥവും മനസ്സിലായില്ലേ? അപ്പോൾ ഉഷാറാണ്. അപ്പോൾ എല്ലാവരും നല്ല ഉഷാറായിട്ട് ഈ പാട്ടൊന്ന് രീതിയിൽ പാടി കേൾപ്പിച്ച് തരണം. കേൾപ്പിച്ച് തരില്ലേ? എല്ലാവരും നല്ല ഉഷാറായിട്ട് നല്ല അടിപൊളി രീതിയിൽ വ്യത്യസ്തങ്ങളായ ഒരുപാട് ട്യൂണിൽ ഈ പാട്ട് പാടാൻ സാധിക്കും. നന്നായി പാടാൻ കഴിയുന്ന കുട്ടികൾ നന്നായി പാടി, പറ്റുകയാണെങ്കിൽ അതിൻ്റെ വീഡിയോ ഒക്കെ ഒന്ന് എടുത്തിട്ട് ഈ താഴെ കാണുന്ന നമ്പറിലൊന്ന് അയച്ചു തരേ. അയച്ചു തന്നാൽ നമുക്കെന്ത് ചെയ്യാം? നിങ്ങൾ കണ്ടെത്തിയ രീതി മറ്റുള്ള കുട്ടികൾക്ക് കൂടി പരിചയപ്പെടുത്താൻ കഴിയും. ഓക്കെ, റെഡിയാണല്ലോ? നമുക്കൊരു രീതിയിൽ ഈ പാട്ടൊന്ന് കേട്ട് നോക്കാം. मीठे मीठे आम लाए, आए मेरे अब्बा आए, मीठे मीठे आम लाए। आए प्यारे अब्बा ताजे ताजे आम लाए, आए प्यारे अब्बा ताजे ताजे आम लाए।